മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Morning Priya, morning viewers. യു എസ് വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് നാസ്ഡാക്കിനെ സംബന്ധിച്ച് 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് 1.5% ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു അവസാന നിമിഷത്തിൽ ക്ലോസ് ചെയ്ത് 39,760 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. S&P 500 നോക്കുകയാണെങ്കിലും 0.86% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസം നോക്കുകയാണെങ്കിലും യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും യു എസ് വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മളിപ്പോ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സ് ഒരു 0.5% ഉയർന്നെങ്കിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 18,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. വീണ്ടും 39,600 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇന്നത്തെ ട്രേഡിംഗിൽ വീണ്ടും നമുക്ക് ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്യാം. മൈ എക്സ്പെക്ടേഷൻ ഡൗ ജോൺസ് ഇൻഡെക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 40,000 പോയിന്റിന്റെ ലെവൽ വരെ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് ശക്തമായിട്ടൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചത് അവിടുത്തെ വലിയ വലിയ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ആയിരുന്നു. JP മോർഗൻ, സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക, ഈ മുതലായ സ്റ്റോക്സിലൊക്കെ ഇന്നലെ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഫോർഡിന്റെ ഷെയർസിലും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഡെറിവേറ്റീവിൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബാരലിന് $85 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് ആയിട്ടായിരുന്നു നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. സോ ക്രൂഡിന്റെ കേസിൽ $82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. 82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് $83.50. ഗോൾഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ട്രൈ ഔൺസിന് 2194.36 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഗോൾഡും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $2,200 ലെവലിലാണ് കാണുന്നത്. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് $2,220. നമ്മൾ അറ്റ് ദ മൊമെന്റ് സ്വർണത്തിന്റെ കേസിൽ ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോ റിസ്കിൽ പുതിയൊരു ബൈയിങ് അവസരവും സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് 22,053 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിച്ച് അവസാന നിമിഷങ്ങളിൽ 119 പോയിന്റ് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും റിലയൻസ് HDFC പോലുള്ള ഹെവി വെയ്റ്റ്സ് വലിയ തോതിലുള്ള ഒരു പിന്തുണ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. റിലയൻസിനെ സംബന്ധിച്ച് 4% അടുത്ത ഒരു മുന്നേറ്റം പ്രകടമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. HDFC ബാങ്കിൽ നമുക്ക് ആ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, കഴിഞ്ഞ 2-3 സെഷൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ലെവല് 22,200 പോയിന്റിലാണ്. ആൻഡ് ഇന്നലത്തെ ഹയസ്റ്റ് ലെവല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ 22,193 പോയിന്റ് വരെ നിഫ്റ്റി 50 എത്തിയിരുന്നു. സോ നമുക്ക് ശക്തമായിട്ടൊരു സസ്റ്റൈനബിൾ മൂവ് കാണണമെങ്കിൽ 22,200 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. ആൻഡ് ഇന്നലെ പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തത് റിലയൻസ് ഇൻഡസ്ട്രി തന്നെയായിരുന്നു. സോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഈ ഒരു സ്റ്റോക്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കണം. ബിക്കോസ് മൈ എക്സ്പെക്ടേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ
നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്തും 185 പോയിന്റിന്റെ ഒരു നേട്ടത്തിലാണ് അവസാന നിമിഷത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോഴും 46,956 എന്നൊരു റേഞ്ച് വരെ ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രധാന പ്രൈവറ്റ് ബാങ്കുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. കൊട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC, ഇൻഡസ്ഇൻഡ് ബാങ്ക് മുതലായ ബാങ്കിംഗ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു നേട്ടം തുടരാനുള്ള സാധ്യതയുണ്ട്. See, in the case of the Nifty Bank Index, undertone bullish ആയി തന്നെ തുടരുന്നുണ്ട്. പക്ഷെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മൂവ്മെന്റ് കാണണമെങ്കിൽ 47,000 പോയിന്റിന്റെ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ പല നിഫ്റ്റി ബാങ്കിങ് ഹെവി വെയ്റ്റ്സിലും നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്സിൽ ഇന്ന് പ്രത്യേകിച്ച് ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം T+1 സിസ്റ്റം മാറിക്കൊണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെറ്റിൽമെന്റ് ആകുന്നതിന് വേണ്ടിയിട്ട് തന്നെ T+0 സെറ്റിൽമെന്റ് സൈക്കിളിന്റെ സർക്കുലർ സെബി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് BSE ഇന്നിപ്പോൾ 25 പുതിയ സ്റ്റോക്ക് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശോക് ലെയ്ലാൻഡ്, ബജാജ് ഓട്ടോ, ബാങ്ക് ഓഫ് ബറോഡ, BPCL, സിപ്ല, കഫോജ്, ഡിവിസ് ലാബ്, ഹിൻഡാൽകോ മുതലായിട്ടുള്ള ഓഹരികളൊക്കെ തന്നെ ഇത്തരത്തിൽ T+0 സെറ്റിൽമെന്റ് സൈക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. T+0 സെറ്റിൽമെന്റ് സൈക്കിളിന്റെ സർക്കുലർ പുറത്തിറക്കിയതിനാൽ നിക്ഷേപർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രിയ, നമ്മൾ ആസ് ട്രേഡേഴ്സ് ട്രേഡിംഗ് പാറ്റേണിൽ ഇതുകൊണ്ട് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ലോകത്തെ ആദ്യത്തെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഈ ഒരു നടപടി എടുക്കുന്നത്. ബിക്കോസ് രാജ്യത്ത് ഒരു രാജ്യത്ത് പോലും T+0 സെറ്റിൽമെന്റ് നിലവിലില്ല. സോ ഇതൊരു എക്സ്പെരിമെന്റൽ ബേസിസിൽ സെബി ഇന്നു മുതൽ ഈ T+0 സെറ്റിൽമെന്റ് ആരംഭിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രേഡിംഗ് വിൻഡോസ് എല്ലാ ദിവസവും ഉണ്ടാകും. ഈ സ്പെഷ്യൽ ട്രേഡിംഗ് വിൻഡോ ഉച്ചയ്ക്ക് 1:30 മണി വരെ ആയിരിക്കും നടക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ T+0 സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കറുടെ അടുക്കെ സ്പെസിഫിക്കലി നമ്മൾ പറയണം ദാറ്റ് നമ്മൾ T+0 സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്നതെന്ന്. ആൻഡ് അറ്റ് ദ മൊമെന്റ് T+0 സെറ്റിൽമെന്റ് ഈ 25 സ്റ്റോക്സിൽ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇത് എങ്ങനെ പോകുന്നു എന്ന് വിലയിരുത്തിയിട്ട് വേണം സെബി ഇത് എല്ലാ സ്റ്റോക്സിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. സ്റ്റോക്സ് ആൻഡ് ഫോക്കസ് ആയിട്ട് ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. അതിൽ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വാർബർഗ് പിൻകസ് അഫിലിയേറ്റ് ആയിട്ടുള്ള ക്ലോവർഡൽ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ സ്റ്റേക്ക് സെയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. ഏകദേശം 2.25% ഓഹരികൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേം തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റേക്ക് സെയിൽ നടത്തുന്നത് ഏകദേശം 1,191.4 കോടി രൂപയുടെ സ്റ്റേക്ക് ആയിരിക്കും ഇത്തരത്തിൽ വിറ്റഴിക്കുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഓഹരി ഒന്നിന് 75 രൂപ എന്നുള്ളൊരു നിരക്കിൽ ബ്ലോക്ക് ഡീൽ വഴിയായിരിക്കും ഇത്തരത്തിൽ സ്റ്റേക്ക് സെയിൽ നടത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് അവസാന നിമിഷത്തിൽ 2.26% ഒരു നേട്ടത്തിൽ 77 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു ബെയറിഷ്നെസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 75 രൂപയും ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ സ്റ്റോക്ക് 80 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു സ്റ്റോക്ക് ഷാലറ്റ് ഹോട്ടൽസ് ആണ്. ഷാലറ്റ് ഹോട്ടൽസ് ഇത്തരത്തിൽ QIP വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത് 780 രൂപ എന്ന റേഞ്ചിലായിരുന്നു. ഏകദേശം 10% ഡിസ്കൗണ്ടിലാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ QIP വഴി 1200 കോടി രൂപയാണ് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും അവരുടെ ബാധ്യതകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനും മറ്റിനുമൊക്കെ ആയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കുമെന്ന് തന്നെയാണ് കമ്പനി
അറിയിച്ചിരിക്കുന്നത്. ഷാലറ്റ് ഹോട്ടൽസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 0.34% നേട്ടത്തിൽ 871 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഇയർ ടിൽ ഡേറ്റിൽ 26% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. ഷാലറ്റ് ഹോട്ടൽസിനെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? ഈ ഷാലറ്റ് ഹോട്ടൽസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിലെ സ്റ്റോക്ക് ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 900 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 800 റുപ്പീസ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസും ചെയ്യുന്നില്ല. മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ബേലും അദാനി പവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദാനി പവറിൽ നിന്നും ബേലിന് ഒരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കരാർ ലഭിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4000 കോടി രൂപയുടെ ഒരു കരാറാണ് ഇപ്പോൾ ബേല് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ബേലിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ അദാനി പവറുമായി ബന്ധപ്പെട്ട് സാറിന്റെ റിവ്യൂ എന്താണ്? BHELന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 2-3 സെഷൻസ് ആയിട്ട് നമുക്ക് നേരിയ തോതിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ നമ്മൾ ശക്തമായിട്ടൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണുമെങ്കിൽ 252 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് വേറെ ഒന്നും തന്നെ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 225 രൂപ. അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാനിടയായി. ആൻഡ് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 560 രൂപയിൽ കാണുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം അഡാനി പവറിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഫാർമ കമ്പനികളെ സംബന്ധിച്ച് USFDA ഇൻസ്പെക്ഷൻസ് ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ആൽക്കം ലബോറട്ടറീസ് ഒപ്പം തന്നെ സൈഡസ് ലൈഫ് മുതലായിട്ടുള്ള ഫാർമ കമ്പനികളെ സംബന്ധിച്ച് ഒബ്സർവേഷൻസ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആൽക്കം ലബോറട്ടറീസിനെ സംബന്ധിച്ച് ഫോം 483യുടെ ഒരു ഒബ്സർവേഷൻ ഒക്കെ തന്നെ USFDA കണ്ടെത്തിയതായിട്ടുള്ള അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത്. സൈഡസ് ലൈഫിനെ സംബന്ധിച്ചും 4 ഒബ്സർവേഷൻസ് കണ്ടെത്തിയതായിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫാർമ ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ആൽക്കം ലബോറട്ടറിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 5500 രൂപ എത്തിയതിനു ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേൺ ബെയറിഷ്. ഈ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. നേരെ മറിച്ച് സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 4600 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സൈഡസ് ലൈഫിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 980 രൂപയിൽ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം ഡോക്ടർ റെഡ്ഡിയുടെ കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്നത് അവർ സനോഫി ഹെൽത്ത് കെയറുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻസ്. അവരുടെ സനോഫിയുടെ വാക്സിൻ ബ്രാൻഡുകളൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ റെഡ്ഡി തയ്യാറാകുന്നു എന്നുള്ള തരത്തിലുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡി കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഡോക്ടർ റെഡ്ഡിയിലുള്ള സാറിന്റെ റിവ്യൂ എന്താണ്? See, Dr. Reddy's long-term trend is bullish, but കഴിഞ്ഞ 4-5 സെഷൻസിൽ വന്നിരിക്കുന്ന സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഡോക്ടർ റെഡ്ഡിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക, വെയിറ്റ് ടിൽ ദ സ്റ്റോക്ക് ടേൺസ് അറൗണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ടെക്സ്മാക്കോ റെയിലും തങ്ങൾ ഒരു QIP വഴി 250 കോടി രൂപ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 1.61 കോടി ഓഹരികളായിരിക്കും ഇത്തരത്തിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓഹരി ഒന്നിന് 155 രൂപ നിരക്കിലാണ് QIP ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 5% അടുത്ത് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ അവര് QIP പ്രൈസ് ആയിട്ട് ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടെക്സ്മാക്കോ റെയിലിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്?
ടെക്സ്മാക്കോ 231 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനെ തുടർന്ന് ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ആൻഡ് നമുക്ക് ഒരു പുതിയ ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലഭിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ദ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി. ഏതായാലും നാളെ ദുഃഖവെള്ളി പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ്. മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനുമായിട്ട് തിങ്കളാഴ്ച കാണാം. അതുവരേക്കും നന്ദി.